Hi, hello, dear students. Welcome back to Future Plus Academy. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ് ടൈം ആണ് ഇപ്പോൾ കേട്ടോ. എല്ലാ സെമസ്റ്ററിന്റെയും അസൈൻമെന്റ്സ് ലാസ്റ്റ് ഡേറ്റും അസൈൻമെന്റ്സിന്റെ ക്വസ്റ്റ്യൻസ് വരെയൊക്കെയാണ്. നിലവിൽ ഇപ്പം ഫസ്റ്റ് ഇൻടേക്കിലെ 5th സെമസ്റ്റർ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇൻടേക്കിലെ 3rd സെമസ്റ്റർ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ 5th ഇൻടേക്കിലെ സെക്കൻഡ് സെമ്മ്, ഇത്രയും ആണ് കുട്ടികളുടെയാണ് അസൈൻമെന്റ്സ് ഇപ്പൊ നിലവിൽ. കുറെ പേരുടെ സബ്മിറ്റ് ചെയ്യാൻ ഡേറ്റ് ആയി, ചിലരുടെ മാക്സിമം ഡേറ്റ് വന്നിട്ടില്ല, എന്നാൽ പോലും അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി. അപ്ഡേറ്റഡ് ക്വസ്റ്റ്യൻസ് അവർക്ക് കിട്ടി, എല്ലാം സൈറ്റിൽ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലേണേഴ്സ് സെന്ററിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ കുറേ സ്റ്റുഡൻസിന് ഇപ്പോഴും അസൈൻമെന്റ് എഴുതുന്ന കാര്യത്തിൽ കുറേ സംശയങ്ങളുണ്ട്. അസൈൻമെന്റിൽ പ്രോപ്പർ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ടെൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളൊരു അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അവർ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും, അതെല്ലാം നമ്മൾ ഫോളോ ചെയ്യണം. എന്നിരുന്നാൽ പോലും നമുക്ക് പല സമയത്തും നമ്മളത് മിസ്സാവാറുണ്ട്. വെക്കുന്ന പേപ്പേഴ്സിന്റെ ഓർഡർ വരെ നമ്മൾ തെറ്റി ചിലപ്പം വെക്കാറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ നിങ്ങളെ മാർക്കിനെ ബാധിക്കും. ഈവൻ ദോ ഇപ്പൊ നിങ്ങളുടെ അസൈൻമെന്റ്സ് ഓൺലൈൻ ആയിട്ടും സബ്മിറ്റ് ചെയ്യാവുന്നൊരു സാഹചര്യത്തിൽ ഈ അടുത്ത് തന്നെ യൂണിവേഴ്സിറ്റി പല സ്റ്റുഡൻസിന്റെയും മാൽ പ്രാക്ടീസസ് കണ്ടുപിടിച്ചു. അതായത് പേജിംഗ് ഷീറ്റ് മാത്രം മാറ്റി ഉള്ളിലുള്ള കണ്ടന്റ് അതേപോലെ വെക്കുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം മുതൽ ഇപ്പോ നിങ്ങൾ ഇനി വെക്കാൻ പോകുന്ന അസൈൻമെന്റ് മുതൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അസൈൻമെന്റ് വ്യൂ ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമല്ല. അപ്പം എന്താണ് അസൈൻമെന്റ്, എങ്ങനെയാണ് അസൈൻമെന്റ് എന്നൊക്കെയുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. കാരണം അസൈൻമെന്റിനെ കുറിച്ച് എപ്പോഴും എല്ലാവർക്കും സംശയം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പാറ്റേൺ ആയിട്ട് പിടിക്കാം. ഓക്കെ, അപ്പൊ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ അസൈൻമെന്റ്സ് നിങ്ങൾ എല്ലാ സെമസ്റ്ററിലും, ഇപ്പൊ നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിട്ടാണ് എക്സാമിനേഷൻ, ഓരോ സെമസ്റ്റർ കഴിയുമ്പോഴും എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പം എക്സാമിനേഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അസൈൻമെന്റ് നിങ്ങൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന്, ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ട് പേപ്പർ ആണെന്ന് വിചാരിക്കുക. ആ പേപ്പറിന് നിങ്ങൾ 2 അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം. സെറ്റ് 1ഉം സെറ്റ് 2 എന്ന് പറയുന്നത്. സെറ്റ് 1 ആണ് അതിന് ഡിസ്ക്രിപ്റ്റീവ് എന്നാണ് അറിയപ്പെടുന്നത്. സെറ്റ് 2ന് അനലിറ്റിക്കൽ എന്നാണ് അറിയപ്പെടുന്നത്. സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് എന്തുകൊണ്ടാണ് പറയുന്നത്? കാരണം അതിലൊരു ചോദ്യം തന്നിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെറ്റ് 1ൽ തന്നെ 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ടാവും. ആ 5 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. അപ്പം സെറ്റ് 1ലെ 5 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. ആ ചോദ്യത്തിന് അവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം. അതിൽ പറയുന്നുണ്ടാവും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് എന്നൊരു ടൈറ്റിൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു അസൈൻമെന്റ് മാക്സിമം നിങ്ങളൊരു ഡിസ്ക്രിപ്റ്റീവ് രീതിയിലേക്ക് എഴുതി കൊണ്ടുപോകുക. കാരണം അതിൽ തന്നിട്ടുള്ള ടോപ്പിക്കിനനുസരിച്ച്, ഫോർ എക്സാമ്പിൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അന്നാണ് നിങ്ങളുടെ ടോപ്പിക് എങ്കിൽ ആ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നും എത്ര ടൈപ്സ് ഉണ്ടെന്നും അതിൽ ഓരോ ടൈപ്പും നിങ്ങൾ വിശദീകരിച്ച് നിങ്ങൾ എഴുതുക. അങ്ങനെയാണ് നമ്മൾ സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് അസൈൻമെന്റ് എഴുതേണ്ടത്. സെറ്റ് 2 അനലിറ്റിക്കൽ അസൈൻമെന്റ് ആണെങ്കിൽ കുറച്ചുകൂടി വിശകലനം ചെയ്ത് എഴുതുക എന്നുള്ളതാണ് അനലിറ്റിക്കൽ അസൈൻമെന്റിന്റെ അർത്ഥം. സോ അനലിറ്റിക്കൽ അസൈൻമെന്റ് വിശകലനം ചെയ്ത് എഴുതുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള എലിമെന്റ്സും അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കൊമന്റ്സും എല്ലാം രേഖപ്പെടുത്തിയിട്ട് വേണം നമ്മൾ അനലിറ്റിക്കൽ അസൈൻമെന്റ് എഴുതാൻ. അപ്പൊ ഒരിക്കലും നിങ്ങൾ ഒരു സബ്ജക്റ്റിന്റെ സെറ്റ് 1ഉം സെറ്റ് 2ഉം ഒരേപോലെ നിങ്ങൾ അസൈൻമെന്റ് എഴുതി വെക്കരുത്. മറിച്ച് അതിന് രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വേണം 2 അസൈൻമെന്റും എഴുതാനായിട്ട്. പിന്നെ അസൈൻമെന്റ്സിന്റെ മാർക്ക് എല്ലാവരും ചോദിക്കുന്നതാണ്. ടോട്ടൽ മാർക്സ് ആണ്. അതായത് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ എക്സാമിനേഷനിൽ കോർ പേപ്പർ എല്ലാം 70ലും അതുപോലെ തന്നെ മറ്റ് പേപ്പറുകൾ, ചില പേപ്പറുകളെല്ലാം 45ലെല്ലാം തരുന്നുണ്ട്. എന്നാലും നിങ്ങളുടെ ഒരു കോർ പേപ്പർ 70 ആണ്, നിങ്ങൾക്ക് 70 മാർക്കിനാണ്. അപ്പോൾ ഔട്ട് ഓഫ് 100 ആണെങ്കിൽ 70 മാർക്ക് അസൈൻമെന്റ് നിങ്ങളുടെ എക്സാമിനേഷനും 30 മാർക്ക് നിങ്ങളുടെ അസൈൻമെന്റിനാണ്. അപ്പൊ ടോട്ടൽ മാർക്ക് 30. അതിൽ സെറ്റ് 1 അസൈൻമെന്റിന് 15 മാർക്കും സെറ്റ് 2 അസൈൻമെന്റിന് 15 മാർക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു സബ്ജക്റ്റിന് 2 സെറ്റ് ഉണ്ട്. അപ്പൊ ആ 2 സെറ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് ടോട്ടൽ നിങ്ങൾക്ക് 30ലാണ് നിങ്ങൾക്ക് അസൈൻമെന്റിന്റെ മാർക്ക് കിട്ടുക. ഇനി കുറച്ച് പേര് ചോദിക്കുന്നുണ്ട് അസൈൻമെന്റിന് പാസ് മാർക്ക് ഉണ്ടോ എന്നുള്ളത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസൈൻമെന്റിന് അങ്ങനെ പാസ് മാർക്ക് സെറ്റപ്പ് ഒന്നും ഇല്ല. പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് മാക്സിമം ഒരു 10 എങ്കിലും കിട്ടണം അസൈൻമെന്റ്സിന് കേട്ടോ. അപ്പൊ അതിനുള്ള രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു 10 എങ്കിലും കിട്ടുക. മിക്കവാറും എല്ലാം നന്നായി എഴുതുന്ന കുട്ടികൾക്ക് 13, 14, 15 ഔട്ട് ഓഫ് 15 ഒക്കെ കിട്ടാറുണ്ട്. ഓക്കെ, സോ അപ്പൊ ഇതാണ് മാർക്ക്. സെറ്റ് 1 15 മാർക്ക്, സെറ്റ് 2 15 മാർക്സ്. ടോട്ടൽ നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് സിഗൽ ടു 30 ആണ് വരുന്നത്, 30 മാർക്കാണ്. അപ്പൊ ആണ് 70:30 റേഷ്യോയിൽ
മുതൽ നിങ്ങളുടെ ടോട്ടൽ ഫൈനൽ എക്സാമിനേഷന്റെ മാർക്ക് വരെ അങ്ങനെയാണ്. ഓക്കെ, ഇനി അസൈൻമെന്റ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത് എപ്പോഴും സംശയമാണ്. ഇൻഡെക്സ് പേജ്, ഫേസിംഗ് ഷീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലായിടത്തും ഫേസിംഗ് ഷീറ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസിംഗ് ഷീറ്റ് എന്താണെന്ന് അറിയാം. ഇനി ഒരു വീഡിയോയിൽ നമ്മൾ ഫേസിംഗ് ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. സോ ഫേസിംഗ് ഷീറ്റ് ആണ് ആദ്യം നമ്മൾ വെക്കുന്നത്. ആ ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞാൽ പിന്നെ വെക്കുന്നത് ടൈറ്റിൽ പേജ്. അപ്പൊ എന്താണ് ഫേസിംഗ് ഷീറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അസൈൻമെന്റിന്റെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ, ആ സബ്ജക്റ്റിന്റെ പേര്, കോഴ്സിന്റെ പേര്, ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെക്കുന്ന ഒന്നാണ് ഫേസിംഗ് ഷീറ്റ് എന്ന് പറയാം. ഫേസിംഗ് ഷീറ്റ് കഴിഞ്ഞ് തൊട്ട് ബാക്കിൽ നിങ്ങൾ വെക്കേണ്ടതാണ് ടൈറ്റിൽ പേജ്. ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പേജ് നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ കിട്ടും. അതിൽ നിങ്ങൾ നിങ്ങളുടെ വീണ്ടും പേരും കാര്യങ്ങളും എൻറോൾമെന്റ് നമ്പറും എല്ലാം എഴുതണം. കൂടെ നിങ്ങൾ ഈ സബ്ജക്റ്റിന് ടൈറ്റിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് അവിടെ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിന്റെ തൊട്ട് പിന്നാലെ വെക്കേണ്ടതാണ് ഇൻഡെക്സ് പേജ്. അതായത് നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അത് പേജ് നമ്പർ വെച്ച് എഴുതാം. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് പേജ് നമ്പർ 1 to 5, അതുപോലെ തന്നെ ബോഡി പാർട്ടിനുള്ളത് പേജ് നമ്പർ 6 to 10 അല്ലെങ്കിൽ 6 to 12 അങ്ങനെ എഴുതണം. അപ്പൊ ഇൻഡെക്സ് പേജ് കറക്റ്റ് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചതും കണ്ടന്റ്സ് എന്താണെന്നുള്ളതും അതിന്റെ നേരെ ഓപ്പോസിറ്റ് വശത്തിൽ പേജ് നമ്പർ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആമുഖം എന്നുള്ളതാണ്. ഏത് സബ്ജക്ട് നിങ്ങൾ എഴുതുകയാണെങ്കിലും, മലയാളം ആണെങ്കിലും സാൻസ്ക്രിറ്റ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാം നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ പേജ് നിങ്ങൾക്ക് വേണം. ആ ഒരു അസൈൻമെന്റിനെ കുറിച്ച് നിങ്ങൾ തരുന്ന ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ അത് അവിടെ വേണം. അത് കഴിഞ്ഞ് ബോഡി പാർട്ട്, അസൈൻമെന്റ് ഇൻട്രൊഡക്ഷൻ എവിടെയാണോ കഴിയുന്നത് അവിടെ നിർത്തുക. എന്നിട്ട് പുതിയൊരു ഫ്രഷ് പേജിൽ വേണം നമ്മൾ ബോഡി പാർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. ആ ബോഡി പാർട്ടിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് രീതിയിൽ എഴുതുക, അനലിറ്റിക്കൽ ആണെങ്കിൽ അനലിറ്റിക്കൽ രീതിയിൽ ആ ബോഡി പാർട്ട് എഴുതുക. അത് മിക്കവാറും മാക്സിമം ഒരു 8 to 9 പേജസ് ഒക്കെ നിങ്ങൾക്ക് ബോഡി പാർട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടാണ് കൺക്ലൂഷൻ വരുന്നത്. കൺക്ലൂഷൻ വരുമ്പോൾ ഉപസംഹാരം, അതായത് അവസാനിപ്പിക്കുന്നു. എന്താണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റിലൂടെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് നമ്മൾ കൺക്ലൂഷൻ എഴുതുക. മാക്സിമം ഒരു 2 or 3 പാരഗ്രാഫിൽ അല്ലെങ്കിൽ സിംഗിൾ പേജിൽ നമുക്ക് കൺക്ലൂഷൻ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്ന ഒന്നാണ് ബിബ്ലിയോഗ്രാഫിയും റെഫറൻസസും എന്ന് പറയുന്നത്. ബിബ്ലിയോഗ്രാഫി അല്ലെങ്കിൽ റെഫറൻസസ്, നമ്മൾ ഈ പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് ഏതൊക്കെ സൈറ്റുകളിൽ നിന്നാണ് നമ്മൾ ഈ ഒരു അസൈൻമെന്റിന്റെ ടോപ്പിക്സ് എടുത്ത് എഴുതിയത് എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഫൂട്ട് നോട്ട്, ഓരോ പേജിന്റെ അടിയിലും ഫൂട്ട് നോട്ട് വിത്ത് പേജ് നമ്പർ ആണ് യൂണിവേഴ്സിറ്റി മെൻഷൻ ചെയ്യാൻ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അസൈൻമെന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് പറ്റുകയാണെങ്കിലും സ്ക്രീൻഷോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചാലും മതി. അസൈൻമെന്റിന്റെ സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇല്ലേ എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. കാരണം അസൈൻമെന്റ് ഫേസിംഗ് ഷീറ്റിൽ ആദ്യത്തെ ഭാഗം സ്റ്റുഡൻസിന് ഫില്ല് ചെയ്യാനും താഴത്തെ ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ടീച്ചേഴ്സിന് ഫില്ല് ചെയ്യാനാണ്. അപ്പം ഓരോന്നിനും, അതായത് ഇൻട്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ 2 മാർക്ക്, ബോഡി പാർട്ട് ഉണ്ടെങ്കിൽ 4 മാർക്ക്, കൺക്ലൂഷൻ ഉണ്ടെങ്കിൽ 2 മാർക്ക്, അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടീച്ചേഴ്സിന് ഫില്ല് ചെയ്യേണ്ട ഏരിയയിൽ. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അപ്പം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൺലൈൻ ആയിട്ടാണെങ്കിലും ഓഫ്ലൈൻ ആയിട്ടാണെങ്കിലും കറക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. സെറ്റ് 1 ഡിസ്ക്രിപ്റ്റീവ് ആണെന്നും സെറ്റ് 2 അനലിറ്റിക്കൽ ആണെന്നും മറക്കണ്ട. എഴുതുന്ന സമയത്ത് രണ്ടും വെവ്വേറെ തന്നെ എഴുതുക. ക്വസ്റ്റ്യൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് നോക്കി എഴുതുക. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക, അത് അതിനനുസരിച്ച് മാത്രം എഴുതുക. ഓക്കെ, അതിലുള്ള ചോദ്യങ്ങൾ. അപ്പൊ 5 ചോദ്യങ്ങൾ ഉണ്ടാവും. 5ഉം എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർസ് നോ വേണ്ട. അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം എടുത്തിട്ട് നിങ്ങൾ അതിന് ഉത്തരം അല്ലെങ്കിൽ ഉത്തരം പോലെ അസൈൻമെന്റ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയേ ഉള്ളൂ. അസൈൻമെന്റ്സ് ഇനി നിങ്ങൾക്ക് ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അസൈൻമെന്റ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ലേൺ സ്റ്റോർ വെബ്സൈറ്റിന്റെ ലിങ്ക് ഉണ്ട്. അതിലൊന്ന് നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതാണ്. നിലവിൽ ഇപ്പൊ നമുക്ക് 5th സെമിസ്റ്റർ BA ഇംഗ്ലീഷിന്റെ BA മലയാളത്തിന്റെയും അസൈൻമെന്റ്സ് അവൈലബിൾ ആണ്. സോ ഡു പർച്ചേസ് ഇറ്റ്. ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് 3rd സെമ്മിന്റെയും 2nd സെമ്മിന്റെയും അസൈൻമെന്റ്സ് ആ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആവും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.